മലയാളിക്ക് ചിരിയുടെ സ്വർഗം സമ്മാനിച്ച നടൻ സലിംകുമാർ ഇനി ഓർമ്മകളുടെ ചില്ലുകൊട്ടാരത്തിൽ. അനശ്വര കലാകാരന് കേരളം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. പൊതുദർശനത്തിന് ശേഷം സ്വവസതിയായ ലാഫിംഗ് വില്ലയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന സലിംകുമാറിന്റെ അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു. 56 വയസ്സായിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനും സിനിമാ രംഗത്തെ പ്രമുഖരും അടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ നവമി ദിനേശും ആജ്ഞ രവീന്ദ്രനും ചേരുകയാണ്. ടൗൺ ഹാളിലാണ് ആജ്ഞ ഉള്ളത്. ആജ്ഞയിലേക്ക് ആജ്ഞ 9 മണിയോടെയാണ് പൊതുദർശനം തുടങ്ങിയത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ അവിടെ എത്തി. 1 മണിവരെ നിശ്ചയിച്ചിരുന്നു പൊതുദർശനം. ഇപ്പോഴെന്താണ് സാഹചര്യം? കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണോ, അതോ ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്? രേണുക, ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പറവൂരിലെ ടൗൺ ഹാളിലേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. വലിയ റഷാണ്. കാരണം നിയന്ത്രിച്ച് തന്നെയാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നത്. കൊണ്ട് തന്നെ പോലീസ് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു തിക്കും തിരക്കും കുറവാണെങ്കിൽ പോലും നമുക്ക് അതിൽ ഒരുപാട് ആളുകൾ വന്നു പോകുന്നതിൻ്റെ ഒരു എന്താ പറയുക, ആളുകളുടെ ഒരു നിബിഡത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും 1:30 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകും. ലാഫിംഗ് വില്ലയിലേക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി പ്രമുഖരായ ആളുകൾ, സിനിമാ രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കുന്നു. അതിലുപരി മലയാളക്കരയെ ആകെ ചിരിപ്പിച്ച, മലയാളക്കരയുടെ മനസ്സിലെ നിറഞ്ഞു നിൽക്കുന്ന അതുല്യ നടൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി അവസാനമായി എത്തിയിരിക്കുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ ആരാധകർ, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളുകൾ, സ്നേഹിക്കുന്ന ആളുകൾ ഒക്കെയും ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് കാണാം. ഓരോരുത്തരായി ഇപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ക്യൂ ആണ്, നീണ്ട നിരയാണ് അദ്ദേഹത്തെ കാണാനായി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു എനിക്ക് തോന്നുന്നത് 1:30 മണി എന്ന് ഇപ്പോൾ അറിയിക്കുന്നത് എങ്ങനെയാണോ, 1:30 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിക്കാൻ കഴിയുന്നത്. എപ്പോഴും മലയാളക്കരയെ ചിരിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന അപൂർവം ചില നടന്മാരുടെ ഒരാളായി ഇപ്പോഴും 30 വർഷത്തെ സിനിമ സഫരി അവസാനിക്കുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിച്ചു പോകുന്നതാണ്. എപ്പോഴും മലയാളിയെ ചിരിയുടെ മാലപ്പടക്കം കൊളുത്തി മലയാളിയെ ചിരിപ്പിച്ച് കൊടുകൂടെ ചിരിപ്പിച്ച ആ മനുഷ്യൻ പിന്നീട് വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലേക്ക് സീരിയസ് റോളുകളിലേക്ക് മാറിയതും ആദാമിൻ്റെ മകൻ അബുവാണ്. ആകട്ടെ ഒരായുസിൻ്റെ മുഴുവൻ പ്രാർത്ഥനയോടുകൂടി മക്കയിലേക്ക് പോകാൻ ആദാമിൻ്റെ മകൻ അബു ആകട്ടെ, അതല്ലെങ്കിൽ അച്ഛനുറങ്ങാത്ത വീട്ടിൽ കണ്ണുകളിൽ മാത്രം ആ വേദന മുഴുവൻ നിറച്ച് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ പിതാവ് അനുഭവിക്കുന്ന മുഴുവൻ ദുരിതവും സ്ക്രീനിൽ വെള്ളിത്തിരയിൽ കാണിച്ചു തന്ന അതുല്യ നടനായി അദ്ദേഹം മാറിയത്. ഇതൊക്കെയും അതുമാത്രമല്ല, അയാളും ഞാനും തമ്മിലെ ഹാസ്യ നടൻ, ഇതൊക്കെയും അദ്ദേഹത്തിന് പുരസ്കാരത്തിലേക്ക് എത്തിച്ചെങ്കിൽ പോലും എപ്പോഴും നിലപാടുകൾക്കൊപ്പം നിലപാടുകൾ എന്താണെന്ന് വെട്ടിപ്പറയാനും വിളിച്ചു പറയാനും ഒക്കെ തയ്യാറായ ഒരു അതുല്യനായ മനുഷ്യനാണ് ഈ 1996 മുതൽ 2026 വരെയുള്ള അദ്ദേഹത്തിൻ്റെ 30 വർഷത്തെ സിനിമാ സഫര്യ അവസാനിക്കുമ്പോൾ ഇവിടെ നിന്നും അദ്ദേഹം കടന്നു പോകുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാനായി നിരവധി പേരാണ് ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മലയാളക്കരയെ ആകെ എപ്പോഴും മലയാളത്തോട് സംവദിച്ചിരുന്ന അദ്ദേഹം ഹാസ്യത്തോടു കൂടി സംവദിക്കുമ്പോൾ തന്നെ നമ്മുടെ സൗഹൃദ സംഭാഷണങ്ങളിലായാലും അല്ലാതെ സോഷ്യൽ മീഡിയകളിലായാലും ട്രോളുകളിലായാലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യമായി എല്ലാ ദിവസവും നിത്യേന കടന്നു പോകുന്ന ഡയലോഗുകൾ അദ്ദേഹത്തിൻ്റെതാണ്. അതല്ലെങ്കിൽ അത്തരം ട്രോളുകൾ അദ്ദേഹത്തിൻ്റെതാണ്. മറ്റ് ഇമോജികളൊക്കെ സലിംകുമാറിനെ ഓർമ്മിപ്പിക്കാത്ത ഒരു ദിവസവും മലയാളിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ. അത്തരത്തിൽ തൻ്റെ കയ്യൊപ്പ് സിഗ്നേച്ചർ പതിപ്പിച്ച അദ്ദേഹം അല്പസമയത്തിനകം ടൗൺ ഹാളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അവിടെ ആയിരിക്കും മറ്റ് ചടങ്ങുകളൊക്കെ ഉണ്ടാകും. മതപരമായ ചടങ്ങുകളില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും രാഷ്ട്രീയ നിലപാട് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വേദിയിലെത്തിയും അതും അദ്ദേഹം ഹാസ്യം നിറഞ്ഞ പ്രയോഗങ്ങളായിരുന്നു രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചിരുന്നെങ്കിലും തന്നെ ഒരു കോൺഗ്രസ്സുകാരനാണ്, തൻ്റെ രാഷ്ട്രീയം എന്താണ്, നിലപാട് എന്താണെന്ന് വ്യക്തമായി വിളിച്ച് പറയാൻ ധൈര്യം കാണിച്ച മനുഷ്യനാണ്. കലാകാരൻ തൻ്റെ രാഷ്ട്രീയം മറച്ചു വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ നിലപാടുകൾ വ്യക്തമാക്കാതെ കലാസപര്യമായി മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹം തൻ്റെ രാഷ്ട്രീയം വെളിപ്പെടുത്തിയിരുന്നു, അദ്ദേഹം തൻ്റെ നിലപാട് വെളിപ്പെടുത്തിയപ്പോഴും അത്തരത്തിൽ തൻ്റെ അഭിപ്രായങ്ങളൊക്കെയും ഹാസ്യാത്മകമായ രീതിയിൽ എന്നാൽ സമൂഹത്തെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം തൻ്റെ നിലപാടുകളൊക്കെയും രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. മലയാളിയോട് അദ്ദേഹം സംബന്ധിച്ചത് എപ്പോഴും ഹാസ്യത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ പോലും മലയാളി അദ്ദേഹത്തിലെ ഹാസ്യ നടനൊക്കെ അപ്പുറം
അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ കഴിയാവുന്ന കുറേ കഥാപാത്രങ്ങൾ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കഥാപാത്രങ്ങൾ ഉൾപ്പെടെയും സലീം കുമാറിന് പകരം സലീം കുമാർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം മലയാളിയുടെ മനസ്സിൽ നിന്നും ഈ അന്തിമ യാത്ര ചൂണ്ടുന്നത്. അങ്ങനെയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ 1:30 മണിയോടുകൂടി ഇവിടെ നിന്നും മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ്. പൊതുദർശന ചടങ്ങുകൾ 1:30 മണിയോടുകൂടി അവസാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് ടൗൺ ഹാളിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ചിരിയുടെ ആശാന് വിട നൽകുകയാണ് കലാകേരളം. രാവിലെ 9 മണി മുതലാണ് പൊതുദർശനം ആരംഭിച്ചത്. അപ്പോൾ മുതൽ തുടങ്ങിയ ആളുകളുടെ അവസാനിക്കാത്ത ഒഴുക്കാണ് ഇപ്പോഴും ടൗൺ ഹാളിലേക്ക് നമ്മൾ കാണുന്നത്. 1 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും അതിന് സാധ്യമാകാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ആളുകളുടെ ഒഴുക്ക് തുടരുന്നു. ചിരിയുടെ ആശാന് അവസാനമായി ഒരു നോക്ക് കണ്ട് യാത്ര പറയാനായി ആളുകൾ അവിടേക്ക് എത്തുകയാണ്. അവിടെ കലാകേരളത്തിൻ്റെ പ്രതിനിധികളുണ്ട്, സാംസ്കാരിക കേരളത്തിൻ്റെ പ്രതിനിധികളുണ്ട്, രാഷ്ട്രീയ പ്രതിനിധികളുണ്ട്. അങ്ങനെ വലിയ ഒരാൾക്കൂട്ടം തന്നെ നമുക്കവിടെ കാണാം. രാഷ്ട്രീയ നിലപാടുകൾ ഉറച്ചു പറയുമ്പോഴും ആ രാഷ്ട്രീയ അതിർവരമ്പുകൾക്കപ്പുറത്ത് സൗഹൃദം സൂക്ഷിച്ചിരുന്ന വ്യക്തി കൂടിയാണ് സലീം കുമാർ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സലീം കുമാറിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഹോദര തുല്യനായ വ്യക്തിയെയാണ് തനിക്ക് നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ഏത് സംഘർഷം നിറഞ്ഞ സാഹചര്യത്തിലും മലയാളിയെ സന്തോഷിപ്പിക്കുന്ന മുഖമായിരുന്നു സലീം കുമാറിൻ്റേത്. ഇങ്ങനെ ഒരു വിയോഗം പ്രതീക്ഷിച്ചില്ല. തന്റെയും കുടുംബാംഗമായിരുന്നു സലീം കുമാർ എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സലീം കുമാർ നമ്മളെല്ലാം വിട്ടുപോയി. ഏത് സംഘർഷ നിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവൻ്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു സി സലീം കുമാർ. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീടുകളിൽ, ഗൃഹസദസ്സുകളിൽ എപ്പോഴും അവരെ സന്തോഷം നിർഭരമാക്കുന്ന ഒരു മുഖമായിരുന്നു സലീം കുമാർ. എന്നാൽ താനൊരു ഹാസ്യ നടൻ മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു നടൻ കൂടിയാണ് എന്ന് അദ്ദേഹം ആദമിന്റെ മകൻ അബുവിലൂടെ തെളിയിച്ച് ദേശീയ അവാർഡ് നേടി നമ്മുടെ എല്ലാം അഭിമാനം ഉയർത്തിപ്പിടിച്ചു. മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുഖവും ഭാവവുമാണ്. നമുക്കറിയാം, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലെ നിറം ചാർത്തിയ തമാശകളുടെ എല്ലാം കൂടെ സലീം കുമാറിന്റെ തമാശ കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം മലയാളിക്ക് ഹാസ്യം എന്ന് പറഞ്ഞാൽ അതിലൊരാൾ പഴയ തലമുറയിലെ അനൂർ ബാസിയെയും ബഹദൂറിനെയും പോലെ മലയാളിയുടെ ഒരു പുതിയ കാലത്ത് സലീം കുമാർ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് വ്യക്തിപരമായ നഷ്ടമെന്ന് പറയുന്നത്, എനിക്ക് ഒരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കാലം മുതൽ, പറവൂരിൽ വന്ന കാലം മുതൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള വലിയ ആത്മബന്ധമുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴെല്ലാം ഷൂട്ടിംഗ് വരെ ക്യാൻസൽ ചെയ്ത് ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന അന്ന് മുതൽ എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അദ്ദേഹം കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പോവുള്ളൂ എവിടെയും, പിന്നെ കാണില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കണം, ഇങ്ങോട്ടൊരാവശ്യത്തിനും വരില്ല. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ ഓഫീസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീം കുമാർ. അവസാനമാകുമ്പോൾ പറയും എൻ്റെ അവകാശമാണെന്ന് പറയും. ഞാൻ പറയും, ഞാൻ വേറെ ആരെയും വിളിക്കില്ല, സലീമിനെ മാത്രമേ വിളിക്കുള്ളൂ എന്ന് പറയും. അത്രമാത്രം നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യം, ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തൻ്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എൻ്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. പഠിക്കുന്ന കാലം മുതൽ അവസാന ശ്വാസം പോകുന്നത് വരെ ആ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിൽ, ആ ഉറച്ച കോൺഗ്രസ് ബോധ്യത്തിൽ നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഏറ്റവും അവസാനം പങ്കെടുത്ത പരിപാടി ഞാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പറവൂരിലെ പൗരാവലി എനിക്ക് നൽകിയ സ്വീകരണത്തിനാണ്. അതിനു മുമ്പ് ഞാൻ പങ്കെടുക്കുന്നത് കൺവെൻഷനിലും തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നാൽ എൻ്റെ വീട്ടിലോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലോ ഉണ്ടാവും. അത്രമാത്രം ഹൃദയബന്ധമാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിടപറയൽ ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇന്നലെ രാത്രിയാണ് വീണ്ടും അദ്ദേഹത്തിന് കടുത്തൊരു ഹൃദയാഘാതം ഉണ്ടായി ആ വേർപാടുണ്ടായത്.
ഞാൻ കുടുംബത്തിനോടുള്ള ഔപചാരികമായ ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ആ കുടുംബം എൻ്റെ കൂടെ കുടുംബമാണ്. ഞാനും കൂടി ആ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്. അവരെ എല്ലാവരെയും ഞാൻ ചേർത്ത് നിർത്തും. ഞങ്ങൾ എല്ലാവരും ചേർത്ത് നിർത്തും. ഒരു കാര്യമില്ല. ഇവിടെ എല്ലാവർക്കും ഉണ്ടായ പ്രയാസത്തിൽ, ദുഃഖത്തിൽ ഞാൻ പങ്കുചേരും. ടൗൺ ഹാളിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് നമ്മൾ കേട്ടത്. കുടുംബത്തിലെ ഒരു അംഗത്തെ നഷ്ടപ്പെട്ട വേദനയാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ സലീം കുമാർ പങ്കെടുത്തത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി ഡി സതീശന് എറണാകുളത്ത് നൽകിയ സ്വീകരണത്തിലായിരുന്നു, ജന്മനാട്ട് നൽകിയ സ്വീകരണത്തിലായിരുന്നു. അതിലും രാഷ്ട്രീയവും തമാശയും ഒക്കെ കലർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായതാണ്. ഓരോ മലയാളിയും അദ്ദേഹത്തിൻ്റെതായ ഒരു തമാശ ഡയലോഗെങ്കിലും പറയുകയോ ഓർക്കുകയോ ചെയ്യാത്ത ദിവസങ്ങൾ കടന്നു പോകുന്നില്ല. അത്രമാത്രം മലയാളികളുടെ ജീവിതത്തോട് ഇഴചേർന്നതാണ് സലീം കുമാർ എന്ന വ്യക്തി. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് സലീം കുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സലീം കുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യനടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരുമെന്നും അനുശോചന സന്ദേശത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പോഴും പൊതുദർശനം ടൗൺ ഹാളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.